ആരാണ് ആ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന നടൻ? മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ ഇന്ന് വലിയ തെറ്റിലേക്ക് തിരികൊളുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വലിയ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയിട്ടുണ്ടെന്നും പറയുന്നു. ഞാനീ പറഞ്ഞത് ആ നടൻ കാണും. ആ നടൻ ചെയ്തത് വലിയ തെറ്റാണെന്നും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത് എന്നും ഇദ്ദേഹം പറയുന്നു. ആ പ്രമുഖ നടൻ ആരാണ്, എന്താണ് പറഞ്ഞതെന്നും അറിയാൻ ആഗ്രഹമുണ്ട്. ഇവരുടെയൊന്നും മുഖം മറച്ചു വെക്കാതെ പുറത്തു കൊണ്ടുവന്ന് തുറന്നു കാട്ടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മലയാള സിനിമയിൽ ശുദ്ധീകരണം നടക്കട്ടെ എന്ന് മാത്രം. ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു ആരോപണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്നലെ കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാനിപ്പോൾ വായിച്ചത്. ഈ പോസ്റ്റ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് പറയുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയവും ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഒരു പ്രമുഖ പ്രൊഡ്യൂസർ ഇന്നലെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന ആക്ടർ ദിലീപേട്ടൻ അഭിനയിക്കുന്ന ഒരു സിനിമ, അതിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം ആരോപിച്ച ഒരു ആരോപണത്തെക്കുറിച്ചാണ് ഈ പോസ്റ്റ്. അപ്പോൾ അന്വേഷിച്ചപ്പോഴേക്കും അതിൻ്റെ ഒരു വീഡിയോ കണ്ടു. ആ പ്രമുഖ പ്രൊഡ്യൂസർ ആരാണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ വിചാരിച്ചു ഇതേക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കണമല്ലോ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ വരുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് വീഡിയോ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, എന്താണ് ഇദ്ദേഹം പറഞ്ഞത്, ആരെക്കുറിച്ചാണ് പറയുന്നത്, ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഇന്ന് ഒരു ചെറിയ കാര്യങ്ങളിലല്ല ഈ പരിപാടിയിൽ ഇവിടെ കഴിഞ്ഞു. പക്ഷെ ഞാൻ ഈ മലയാള സിനിമയിൽ വന്നിട്ട് 10-15 വർഷമായി. ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിൽ നിന്ന് തിരികൊളുത്തിയേക്ക് വന്നു. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ ഈ പറയുമ്പോൾ ആ നടന്നിൽ കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. താങ്ക് യു. വെർട്ടിക്കൽ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്ന ഒരു വീഡിയോയുടെ കട്ടാണിത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതുപോലത്തെ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ആരാണ് ആ പ്രമുഖ നടൻ? ഇപ്പം എല്ലാം പ്രമുഖയാണല്ലോ അല്ലേ? എന്ത് കാര്യം, എന്ത് വലിയ ആൾക്കാരെ കുറിച്ച് പറയുമ്പോഴും പ്രമുഖ ചേർത്ത് പറയുമ്പോൾ ഒരു സുഖമാണ്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക്. ഇപ്പോൾ പ്രമുഖ ഹോസ്പിറ്റൽ, പ്രമുഖ നിർമ്മാതാവ്, പ്രമുഖ നടൻ, പ്രമുഖ വ്യക്തി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെ നേരെയും പേര് പറയാൻ പേടിക്കുന്ന അല്ലെങ്കിൽ പേര് പറയാൻ മടിയുള്ള എല്ലാത്തിൻ്റെ നേരെ പ്രമുഖ ചേർത്ത് പറയുന്നത് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലെസ്റ്റിൻ സ്റ്റീഫൻ ഒരു പ്രമുഖ നിർമ്മാതാവാണ്. അപ്പോൾ ഇദ്ദേഹം ആരെക്കുറിച്ചാണ് പറയുന്നത്, എന്താണ് വിഷയം, ഇതൊന്നുമില്ലാതെ തലയും വാലും ഒന്നും ഇല്ലാണ്ട് ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു ആരോപണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒന്നുകിൽ അതിനൊരു തെളിവ് വേണം. ഇതിപ്പോൾ ശരിക്കും ഈ നിർമ്മാതാവ് തന്നെ മലയാള സിനിമയ്ക്ക് എതിരായിട്ടൊരു മാലപ്പടക്കത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഈ വാർത്ത കാണുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ മനസ്സിലേക്ക് പോകുന്നൊരു ചോദ്യം, ആരാടാ പ്രമുഖ നടൻ? ആരാ പ്രമുഖ നടൻ? ഇന്നയാളാണോ, ഇങ്ങനെ ഓരോരോ പേരുകളായിട്ട് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുവാണ്. അടുത്ത ക്ലാസ്സിലെ ടീച്ചർ പറയുകയാണ്, നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി ഭയങ്കര ബഹളമാട്ടോ, 45 കുട്ടികളുള്ള ക്ലാസ്, അതിനകത്ത് ഒരു കുട്ടി ബഹളം എന്ന് പറയുകയാണ്, ഭയങ്കര ബഹളമാണ്, ഭയങ്കര വികൃതിയാണെന്ന് പറയുകയാണ്. ഈ ക്ലാസ് ടീച്ചർ ആരെ പിടിക്കും, അല്ലെങ്കിൽ ആരെ തല്ലും, അല്ലെങ്കിൽ ആരെ ഉപദേശിക്കും? ആ ക്ലാസ്സിലെ ആ കുട്ടി ആരാണോ ആ കുട്ടിയെ ചൂണ്ടിയല്ലേ പറയേണ്ടത്? അപ്പോൾ മാറ്റി നിർത്തേണ്ട ആളാണെങ്കിൽ മാറ്റി നിർത്തണ്ടേ? അതല്ലാതെ അപ്പോൾ ഇദ്ദേഹത്തിനും ആ നടനെ പേടിയായതുകൊണ്ടായിരിക്കില്ലേ പേര് പറയാത്തത്? ഇനി ആ നടനെങ്ങാനും റിയാക്ട് ചെയ്താലോ? ഒരു പക്ഷേ ഇദ്ദേഹത്തെ ബാധിക്കുന്ന എന്തോ ഒരു കാര്യം ആ നടൻ ചെയ്തിട്ടുണ്ടാവും. ആ നടൻ ആരാണെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല കേട്ടോ. ഇദ്ദേഹത്തെ മോശമായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ആ നടൻ ചെയ്തിട്ടുണ്ടാവും. അതല്ല മലയാള സിനിമയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഇത് പറഞ്ഞെങ്കിൽ ഉറപ്പാണ് ആ നടനെ പേര് പറയും, ആ നടനെ മലയാളം സിനിമ ഇൻഡസ്ട്രി തന്നെ മാറ്റി നിർത്തും. പക്ഷെ അതല്ല ചെയ്തേക്കുന്നത്. ഇത് ആ നടൻ ചെയ്തതിനേക്കാളും വലിയൊരു തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ പേര് പറയാമായിരുന്നു. ആരാണ് ആ നടൻ? ആ പേരെടുത്ത് പറയാം, എന്നിട്ട് അയാൾക്കെതിരെ സംസാരിക്കാം. ഇതല്ലാണ്ട് എല്ലാവരെയും അടച്ചു പറയുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഒരു പ്രമുഖ നടൻ, ആരാ പ്രമുഖ നടൻ? ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം ഇതിൽ ആരുടെ പേരാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളത് ഓരോരുത്തരുടെയും മനസ്സിൽ, ഇപ്പം എൻ്റെ മനസ്സിലൊരു ചോദ്യചിഹ്നം വന്നതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ഓരോരുത്തരുടെ മനസ്സിലേക്കും വരും, ആരാടാ പ്രമുഖ നടൻ? ശരിക്കും ഒരു വിവാദത്തിന് തിരികൊളുത്തിയിട്ടിട്ടാണ് ലെസ്റ്റിൻ സ്റ്റീഫൻ ഇന്നലെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു വേദിയിൽ നിന്ന്, ആ സിനിമയുടെ പ്രൊമോഷൻ്റെ വേദിയിൽ നിന്ന്
പോയിട്ടുള്ളത്. ഇതിലൊരു ചർച്ചയായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു വിഷയവുമാണ്. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഒന്നുകിൽ നമുക്കൊരു തെളിവ് വേണം, തെളിവ് നിരത്തി സംസാരിക്കുക. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താണ് പറയുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ഇത് തലയും വാലും തുമ്പും ഒന്നും ഇല്ലാതെ ഒരു ആരോപണം ഉന്നയിക്കണം, അടിച്ചങ്ങ് ഇടുകയാണ്. എനിക്കിത് ഫീൽ ചെയ്ത വേറൊരു കാര്യം, ഇത് ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി തന്നെ അദ്ദേഹം പറഞ്ഞതായിരിക്കും. അങ്ങനൊരു ചിന്ത വന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്ന ആള് ഇന്നതുപോലെ ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, അത് നീ എവിടെ നിന്ന് കേട്ടു? അത് ഞാൻ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ഇന്നത് വെച്ച് കേട്ടു എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ലിസൺ സ്റ്റീഫൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എപ്പോൾ, എവിടെ വെച്ച്? അത് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രൊമോഷൻ പോയപ്പോൾ. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന പേര് ഓരോ പ്രാവശ്യവും ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ആളുകളുടെ മനസ്സിലേക്ക് വരില്ലേ, അല്ലെ കേൾക്കില്ലേ, ആരാ പ്രമുഖൻ, ആരാ നടൻ എന്നൊക്കെ സംസാരിക്കും. ഈ പേരിങ്ങനെ ആൾക്കാരുടെ മനസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കും. ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നുള്ള പേര് കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ കയറുമ്പോൾ ആ സിനിമ കാണാനുള്ള താല്പര്യം വരും. ഈ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടാവുമോ? അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ വേദിയിൽ വെച്ച് തന്നെ ഇത് പറഞ്ഞത്. അത് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ? ഇങ്ങനെ പല ചോദ്യങ്ങളും മനസ്സിലേക്ക് വരും. ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയാൻ കാരണം, ഈ സിനിമ ആരുടെയാ? ആക്ടർ ദിലീപ്. അദ്ദേഹം ഒരു വിവാദത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയാണോ ഈ പറയുന്ന പ്രമുഖ നടൻ പ്രവർത്തിച്ചത് എന്നായിരിക്കും ഉദ്ദേശിച്ചത്? അങ്ങനെ പല 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 ചോദ്യങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് തിരികൊളുത്തിയിട്ടാണ് ഇന്നലെ ലിസൺ സ്റ്റീഫൻ സിനിമാ പ്രൊമോഷൻ്റെ വേദിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഇതേ ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നില്ലേ? സത്യസന്ധമായിട്ട് ഉത്തരം പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ മറുപടി എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. നിങ്ങളുടെ മനസ്സിൽ ഈ വീഡിയോ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? എന്താണ് തോന്നുന്നത്? ചേടാ, ഇവൻ ആരെക്കുറിച്ചാണ് അപ്പോൾ പറയുന്നത് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നില്ലേ? വന്നെങ്കിൽ വന്ന്, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനൊരു ഉത്തരമാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? നിങ്ങളുടെ പ്രതികരണം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. സോ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.